നമസ്കാരം. സംസ്ഥാനത്ത് ഒരു ഓണക്കാലം കൂടി കഴിയുമ്പോൾ സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയായിരുന്നു ഈ ഒരു ഓണക്കാലമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം കൃത്യമായി 3 മാസത്തെ പെൻഷൻ തുകയാണ് ഒരു 2 ആഴ്ചത്തെ ഇടവേളകളിൽ സംസ്ഥാന സർക്കാർ അതായത് പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ നൽകിയത്. ഓണത്തിന് മുമ്പ് തന്നെ കഴിഞ്ഞ മാസത്തെ 1600 രൂപ പെൻഷൻ വിതരണം ചെയ്തിരുന്നു. അതിനുശേഷമാണ് തൊട്ടടുത്ത് തന്നെ 3200 രൂപ അതായത് കുടിശ്ശികയുള്ള 5 മാസത്തെ പെൻഷൻ തുകയിൽ നിന്നും 2 മാസത്തെ കുടിശ്ശിക ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും വിതരണം നടക്കുന്നുണ്ട്. ഇനിയും കിട്ടാത്ത ആളുകൾക്കൊക്കെ വരും ദിവസങ്ങളിൽ ഈ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. കൃത്യമായ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇനിയും പെൻഷൻ ലഭിക്കണമെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള ആളുകളൊക്കെ എത്രയും വേഗം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ വഴി അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയുമൊക്കെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും നടക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം അന്ത്യോദയ കാർഡുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഭക്ഷ്യക്കിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് ഈ ഒരു ഓണക്കാലമായിട്ടും കേന്ദ്ര സർക്കാർ ഈ ഒരു തുക നമുക്കറിയാം കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഈ ഒരു തുക നിക്ഷേപിക്കുന്നത്. ഈ ഒരു തുകയും ഈ ഓണക്കാലമായിട്ട് നൽകിയിട്ടില്ല എന്ന വലിയ പരാതി ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാവിധ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്